അത് ഇതേപോലെ റൂമിലും അതേപോലെ തന്നെ ഹാളിലോ ബാത്റൂമിലോ നല്ല ഒരു മണം വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക, ടിന്ന്, ഐസ്ക്രീമിൻ്റെ ടിന്നോ കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു മണമാണ്. പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നാൽ പോലും നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുപ്പിയുടെ അടപ്പിലൊക്കെ ഇതേപോലെ ഒഴിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടും. ബാത്റൂമിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, കുറച്ച് മാത്രം മതി. ഇതിപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഞാനിതാണ്ട് വാഷ് ബേസിൻ്റെ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. കിച്ചണിലാണെങ്കിലും നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ദണ്ട് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസിൻ നല്ല കറയുള്ള ഭാഗം ടൈലൊക്കെ തേച്ച് എഴുന്നതിന് ഭിത്തി തേച്ച് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഉപ്പും വിനാഗിരിയും മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട്, പിന്നെ അതുകൊണ്ട് 2-3 അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ല സൊല്യൂഷനാണ്. ഒരു സ്വല്പം മതി. ഇതൊരു 3-4 തുള്ളി ഇറ്റിച്ചിട്ട് നമ്മൾ എവിടെ തേക്കുന്ന ആ ഭാഗത്തുള്ള കറയും അഴുക്കും എല്ലാം പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാഷ് ബേസിനൊക്കെ എത്ര കഴുകിയാലും കറ പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുകിയാൽ കുറേ നാളത്തേക്ക് പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. കുറച്ച് മാത്രം മതി. ആ ടാപ്പിലും അതേപോലെ തന്നെ ഉണ്ടോ വാഷ് ബേസിനൊക്കെ ഒഴിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉരച്ച് തേച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നമുക്ക് വെട്ടി തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ടൈല് കണ്ടോ, ടൈലിൻ്റെ ആ വിടവിലൊക്കെ അഴുക്ക് കയറിയിരിക്കും. പാത്രമൊക്കെ കഴുകുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ടൈലും എല്ലാം ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ അഴുക്കുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് വെച്ച് തുടച്ച് എടുക്കാവുന്നതാണ്.